യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് പ്രേക്ഷകരെ, കർത്താവ് വീണ്ടും തിരുവചന മണിക്കൂറിലേക്ക് നമ്മെ ഒരുമിച്ച് കൂട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5 തുടങ്ങി 7 വരെയുള്ള തിരുവചന ഭാഗം. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. തുടർന്ന് വലിയ അത്ഭുതമാണ് നമ്മൾ കാണുന്നത്. അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും തന്നെ. പ്രത്യേകിച്ച് ധ്യാനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്ന വ്യക്തികൾക്ക് ആദ്യത്തെ ദിവസം തന്നെ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ അവരെ സംബന്ധിച്ച് അതിൽ പരം സന്തോഷം വേറെയില്ല. നമ്മളിന്ന് ധ്യാനിക്കുന്ന ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികൾ, അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഈ തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇവിടെ വളരെ ശക്തമായ ഒരു ബോധ്യം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്: അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുസരിക്കുവിൻ. അവിടെ പ്രധാനമായിട്ടും അനുസരണം, 2 അനുസരണമാണ് സംഭവിക്കുന്നത്. ഒന്ന്, പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് അവർ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. തുടർന്ന് യേശു പറഞ്ഞത് അവർ അനുസരിച്ചു. അനുസരണം വളരെ കൃത്യമായിട്ട് അവിടെ നടന്നു. ആ അനുസരണത്തിൻ്റെ പൂർത്തീകരണം അത്ഭുതകരമായ ഒരു ദൈവീക പ്രവൃത്തിയായിട്ട് അവർക്ക് രുചിച്ചറിയാൻ സാധിച്ചു. കാരണം അത് രുചിച്ച് നോക്കി അവർ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ചില അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ രുചികരമായി തീരണമെന്നുണ്ടെങ്കിൽ അനുസരണം എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. അത്ഭുതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തെയും ദൈവവചനത്തെയും ദൈവം തരുന്ന നിർദ്ദേശങ്ങളെയുമെല്ലാം കൃത്യമായി അനുസരിക്കണം. ഇന്നത്തെ ഒരു പ്രശ്നം എന്തെന്നറിയോ? വചനം പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പറയുന്നത് പോലെ അവൻ ചെയ്യണം. തലതിരിഞ്ഞ കാഴ്ചപ്പാടാണ്. വചനത്തിലുള്ള മുൻപേ പറയുന്ന കേട്ടൊരു കാര്യം, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യണം. പക്ഷെ നമ്മുടെ നിർബന്ധ ബുദ്ധി എന്തെന്നറിയാമോ? നമ്മൾ പറയും, അവൻ ചെയ്യണം. നമ്മൾ പറയും, കർത്താവ് ചെയ്യണം. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, വലതുവശത്ത് വലയിറക്കാൻ കർത്താവ് പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചവൻ്റെ നഷ്ടം ലാഭമായി മാറുന്നത് ഒരു അത്ഭുതത്തിലൂടെയാണ്. പത്രോസിന് വേണമെങ്കിൽ അവിടെ ഒരു വാക്ക് പറയാം: എൻ്റെ വല, എൻ്റെ വള്ളം, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ഇറക്കും, അതെന്നെ പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും ആരും വരണ്ട എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ശക്തമായിട്ട് പറയാം. കാരണം അധ്വാനത്തിൻ്റെ ആ ക്ഷീണവും ബുദ്ധിമുട്ടും മടുപ്പും എല്ലാം നിറഞ്ഞ് വല കഴുകിക്കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്നിട്ട് ആദ്യമായിട്ടൊരു വ്യക്തി പറയാണ്, വലതുവശത്ത് ഇറക്ക്. അയാളുടെ തൊഴിലിൽ അയാൾ വിദഗ്ധനാണെന്ന് പത്രോസിന് നല്ലോണം അറിയാം. ഈ അറിവുള്ളവനെ കൂടുതൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും പുറത്തേക്ക് വരേണ്ട ഒരു മറുപടി ഇത്തിരി പരുഷമായിട്ടുള്ളതായിരിക്കണം. പക്ഷെ അവിടെ ഒരു വിഷയം എന്തെന്നോ, വചനം ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കർത്താവ് ഈ വാക്ക് പറയുന്നത്. ദൈവവചനം കേട്ട് അതനുസരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പത്രോസ്. കർത്താവ് കൃത്യമായി പറഞ്ഞു, ഈ വ്യക്തി അതനുസരിച്ചു. നഷ്ടം ലാഭമായി മാറുകയാണ് അവിടെ. പ്രിയപ്പെട്ടവരെ, സക്കേവുസിനോട് പറഞ്ഞ് നമുക്കറിയാം, വേഗം ഇറങ്ങി വരിക. ഈ അനുസരണം അയാളുടെ കുടുംബത്തിന് രക്ഷയായിട്ട് മാറി. കുടുംബത്തിന് രക്ഷയായിട്ട് മാറി. എന്നെ ഇറക്കാൻ നോക്കണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, വേണേ പറയാമായിരുന്നു. പക്ഷെ ഇതൊന്നും അവിടെ വരുന്നില്ല.
അനുസരിക്കുക, അത് അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റുക. അങ്ങനെയുള്ള ചില വ്യക്തികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം. ആ ഇറക്കം പുതിയൊരു അത്ഭുതം, നിത്യജീവനിലേക്കാണ് ഈ മനുഷ്യൻ ചെന്ന് കയറുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ സമാധാനം, നഷ്ടങ്ങളും തകർച്ചകളും മാറുന്നു, വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു, നിത്യജീവൻ ലഭിക്കുന്നു. അത്ഭുതങ്ങൾ 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 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പുറകിൽ അനുസരിക്കുന്ന ഒരു മനസ്സ്, അനുസരിക്കുന്ന ഒരു മനോഭാവം അവരിലുണ്ട്. ആദ്യം പറഞ്ഞത് ഓർക്കണം, അവൻ പറയുന്നത് പോലെയാണോ ചെയ്യുന്നത്? നാം പറയുന്നത് പോലെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നവരാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അത്ഭുതങ്ങൾ അവിടെ നിൽക്കും. ദൈവം പറയുന്നത്, വചനം പറയുന്നത് നമ്മൾ അനുസരിക്കണം. അനുസരിക്കുന്ന വ്യക്തി, അവൻ പറയുന്നത് പോലെ അനുസരിക്കുന്ന വ്യക്തിക്ക് അത്ഭുതങ്ങളുടെ സമൃദ്ധി ആസ്വദിക്കാൻ പറ്റും. പഴയ നിയമത്തിൽ അനുഗമിച്ചവർ, കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുഗമിച്ചവർക്ക് മരുഭൂമിയിലും ദൈവം സമൃദ്ധി കൊടുത്തു. അത്ഭുതം, അവരുടെ വസ്ത്രം പഴകിയില്ല, പാദം വിങ്ങിയില്ല. വസ്ത്രം പഴകിയില്ല, പാദം വിങ്ങിയില്ല. വലിയൊരു അത്ഭുതമാണത്. 40 വർഷം ദൈവം അവരെ അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അവർ അത്ഭുതകരമായൊരു കാഴ്ച കാണുകയാണ്. അവർക്ക് യാതൊന്നിനും കുറവില്ല, മരുഭൂമിയിലും സമൃദ്ധി കൊടുക്കുകയാണ്. കാരണം അനുസരിച്ചിറങ്ങിയവരാണ്. ചോദിക്കുന്നതെല്ലാം ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ് അവരുടെ നടത്തിപ്പിലെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വൈരാഗ്യത്തോടെ അവരുടെ പിന്നാലെ വന്ന ചിലരുണ്ട്. അവർ ചെങ്കടലിൽ നശിക്കുന്നു, അവരുടെ തലമുറ നശിക്കുന്നു, അവർക്ക് പലവിധ പീഡകൾ അതിന് മുന്നേ തന്നെ ലഭിക്കുന്നു. ഇങ്ങനെ തിരിച്ചടികളുടേത് വേറൊരു കൂട്ടർക്കും. എന്താ കാര്യം എന്നറിയാമോ? അവരുടെ പുറകെ വരല് ദൈവത്തെ അനുസരിച്ചു കൊണ്ടല്ല. തൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞു, അവരാദ്യം അനുസരിച്ചു. പക്ഷെ എന്നിട്ട് പിന്നീട് വൈരാഗ്യ ബുദ്ധിയോടുകൂടെ അവർ പിന്തുടരുകയാണ്. അപ്പം ഈ അനുസരണമൊക്കെ ഇടക്ക് വെച്ച് മടക്കി വെക്കാനുള്ള ഒരു വസ്ത്രം പോലെയാ പലരും കൊണ്ടു നടക്കുന്നത്. അനുസരണം അങ്ങനെ അവർ ഒരു നിവർത്തിയ കുട മടക്കി വെക്കുന്നത് പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറ്റി, എന്നിട്ട് പുറകെ ചെല്ലുകയാണ്. ഇതാണ് അവരുടെ നാശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇന്നത്തെ ചിലരുടെ ധ്യാനാനുഭവം ഇപ്രകാരമാണ്. അവർ പറയുകയാണ്, എത്ര വർഷമായി ഞങ്ങൾ ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മകളും ദൈവദാസന്മാരുടെയൊക്കെ പുറകെ നടക്കുക, പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചടികളും തകർച്ചകളും സർവനാശവും മാത്രമേ ഉള്ളൂ. എന്നാൽ വേറെ ചിലരൊക്കെ എത്ര മനോഹരമായിട്ടാണ് ദൈവം പരിപാലിക്കുകയും അവർക്ക് വേണ്ടത് കൊടുക്കുകയും ചെയ്യുന്നത്. ഇവരിങ്ങനെ അമർഷം കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ മാത്രം എന്തേ ഇങ്ങനെ അവഗണിക്കപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഈ ഇസ്രായേൽ ജനത്തിൻ്റെ അനുസരണത്തോടുള്ള നടത്തിപ്പും ഈജിപ്തുകാരുടെ അനുസരണമില്ലാതെയുള്ള പിന്തുടരലും പോലെയുള്ള ഒരു വ്യത്യാസമുണ്ട്. വചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുന്നവനാണ് അത്ഭുതങ്ങളുടെ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പറ്റുക. അല്ലാത്തവൻ അതിൻ്റെ പിന്നാലെ പോയി തകർച്ചകളും തിരിച്ചടികളും കൊണ്ട് അവനെ തന്നെ ഇല്ലാതാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, അതിശക്തമായ മുന്നറിയിപ്പ് ദൈവം ഈ തിരുവചന ഭാഗത്ത് തരികയാണ്. ധ്യാനം കൂടി രോഗം മാറുന്നില്ല, വചനം കേട്ട് രോഗം മാറുന്നില്ല, പ്രാർത്ഥനയോട് പ്രാർത്ഥന, ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല, തകർച്ച മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഒരു കൂട്ടര് ഒരിക്കൽ കർത്താവിൻ്റെ അഭിഷിക്തനെ കാണാൻ വരുന്നു. അഭിഷിക്തൻ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൻ്റെ നിറവിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയാണ്. എന്തെന്നറിയോ? കർത്താവിൻ്റെ അടുത്ത് വരുന്നത് പോലെ തന്നെ കർത്താവ് വിലക്കിയ ചില സ്ഥലത്തും അവർ പോകുന്നുണ്ട്. 2 വഞ്ചിയിലാണ് യാത്ര. 2 വഞ്ചിയിൽ എങ്ങനെ തിരിച്ചടി മാറും? അനുസരിക്കേണ്ട ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ പോകുന്ന പോലെ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു പഠന വിഷയമുണ്ട്, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ഇപ്പം അതൊന്നുമില്ല. അതുപോലത്തെ ഒരു പരിപാടിയാണ്. കർത്താവിൻ്റെ കൂടെയാണ് പോകുന്നത്. എന്നാലും പെട്ടെന്ന് വല്ലതുമൊക്കെ ശരിയാവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അതിനുവേണ്ടി ചില ക്രമീകരണങ്ങൾ ചിലർ നടത്തും. പ്രിയപ്പെട്ടവരെ, തിരിച്ചടി മാറില്ല ജീവിതത്തിൽ. ഇസ്രായേൽ ജനത്തെ പോലെ ഇറങ്ങിത്തിരിച്ച് ഈജിപ്തുകാരെ പോലെ തകർക്കപ്പെടുന്ന ഒരു ജനതയായി മാറുകയാണ് പല വിശ്വാസികളും ഇന്ന്. വേദപുസ്തകത്തിൽ ഇത് രണ്ട് വിഭാഗമാണ്. വേദപുസ്തകത്തിൽ ഇത് രണ്ടാണെങ്കിൽ ചില മനുഷ്യരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനിൽ തന്നെ 2 തരത്തിലുള്ള അടി നടക്കുകയാണ്. ഒന്ന്, അവൻ ഇസ്രായേലിനെ പോലെ പ്രാർത്ഥിക്കുന്നു, ഇസ്രായേലിനെ പോലെ അനുഗമിക്കുന്നു, എന്നിട്ട് ഈജിപ്തിനെ പോലെയുള്ള അനുസരണമില്ലായ്മയും അവൻ്റെ കൈവശമുണ്ട്. ഇത് അവൻ്റെ സർവനാശത്തിലേക്ക് അവൻ എത്തിക്കുകയാണ്.
തലമുറക്ക് നാശം. ഇല്ലാത്ത പീഡകൾ കയറി വരുന്നു, ഇല്ലാത്ത രോഗപീഠകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും. സ്വസ്ഥത ഇല്ലേ ഇല്ല, സ്വസ്ഥത ഇല്ലേ ഇല്ല. അവസാനം എല്ലാത്തിൻ്റെ പൂർത്തീകരണം എന്നതുപോലെ സർവനാശത്തിൽ ചെന്ന് അവസാനിക്കുന്ന മനുഷ്യൻ. ഒരു വല്ലാത്ത 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 ഭക്തിയാ മനുഷ്യൻ്റെത്. വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് തന്നെ ഇവർ വീണ്ടും വേറൊരു വഴിക്ക് തിരിഞ്ഞ് നാശത്തെ വിളിച്ചു വരുത്തുന്നു. അനുസരണമില്ലാത്ത വ്യക്തികൾ. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ, അവൻ പറയുന്നത് പോലെ ചെയ്യാനുള്ള ഒരു മടി നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ധൻ്റെ കണ്ണിൽ ചെളിപൂശി കർത്താവ്. ചെളിപൂശിയിട്ട് കർത്താവ് പറഞ്ഞു സീലോഹായിൽ പോയി കഴുകുക. ഒരു അന്ധനാണെന്ന് ഓർത്തോണം. അവൻ്റെ മുഖത്ത് ചെളി പൂശിയത് തന്നെ ഒരു നല്ല വിധത്തിലൊന്നുമല്ല. ആ ചെളിയും വെച്ചുകൊണ്ട് അവൻ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ പരസ്പരം പറയുന്നത് അവൻ കേൾക്കുന്നുണ്ടാവും. ഇവന് കണ്ണോ കാണുന്നില്ല. ഇവന് ഈ മുഖത്തൊക്കെ വാരിത്തേച്ച് ഈ വൃത്തികേടായി ഈ മോശമായിട്ട് ഇത് എവിടെ പോവുക? ഇവൻ എങ്ങനെ പോയാലും ജനം ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവൻ ഇതൊന്നും കണക്കിലെടുക്കാതെ പോകുന്നവനാ. അവൻ ദൈവം പറഞ്ഞിടത്ത് പോയിട്ട് അവൻ അതങ്ങ് കഴുകുമ്പോൾ ആ അനുസരണം അവൻ്റെ ജീവിതത്തിലെ അവൻ ആഗ്രഹിച്ച അത്ഭുതം അവന് കൊടുക്കുകയാണ്. അവൻ ആഗ്രഹിച്ച അത്ഭുതം. നമ്മൾ പരിശോധിച്ചോണം, ദൈവം നമുക്ക് പറഞ്ഞു തരേണ്ടതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്രേ വചനം നമ്മെക്കുറിച്ച് പറയുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതൊക്കെ അവർക്ക് വ്യക്തമായിട്ടറിയാം. അറിയാവുന്നതൊക്കെ നമുക്കറിയാം. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകുന്നവരാ, എന്നിട്ട് അനുസരണം നമുക്കില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്നറിയാവോ? നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകും, എന്നിട്ട് സീലോഹായിൽ കഴുകുന്നതിന് പകരം വേറെ എവിടെയൊക്കെയോ പോയി നമ്മൾ നമ്മുടെ മുഖത്തെ ചെളിയൊക്കെ തൂത്തുകളയും. കാരണം പൊതുജനത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാന്യരാവണം. ദൈവം ചിലത് പൂശിത്തരും. അത് മോശമാകാനൊന്നുമല്ലെന്നേ. ഇന്നലെ വരെയുള്ള സകല കുറവുകളെ പരിഹരിക്കാനുള്ള ഒരു പൂശലാണത്. അന്ധൻ്റെ കണ്ണിൽ ചെളി പൂശിയതുപോലെ. എന്നിട്ട് പറയണതനുസരിച്ച് മുന്നോട്ട് അങ്ങ് പോയാലുണ്ടല്ലോ, ആ പോക്ക് ചെന്ന് നിൽക്കുന്നത് അത്ഭുതത്തിൻ്റെ മുന്നിലാണ്. അനുസരണം അത്ഭുതത്തിൽ ചെന്നെത്തുന്നു. അനുസരണം അത്ഭുതത്തിൽ ചെന്നെത്തുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ വരെ അവൻ ആ കുളത്തിൻ്റെ അടുത്തൂടെ പോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ അതിൽ കുളിച്ചിട്ടുണ്ടാവാം ഈ മനുഷ്യൻ. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നെന്തെന്നറിയോ? ഇന്ന് ക്രിസ്തു പറഞ്ഞതനുസരിച്ച് അവൻ പോയത്. അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ ആ പോക്കാണ് അവൻ്റെ കണ്ണിന് വെളിച്ചമുണ്ടാക്കിയത്. ആ പോക്കാണ് അവൻ അത്ഭുതകരമായി കർത്താവിൻ്റെ അവകാശിയായി, അനുഗ്രഹത്തിൻ്റെ അവകാശിയായി മാറാനിടയായത്. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ ഇസ്രായേലാണോ, ഈജിപ്താണോ, അല്ലെങ്കിൽ ഇസ്രായേലിൽ തുടങ്ങി ഈജിപ്തുകാരെ പോലെ അവസാനിച്ചു പോകുന്നവരാണോ? നമ്മൾ പരിശോധിക്കണമെന്നേ. വേദപുസ്തകത്തിൽ രണ്ടായത് എങ്ങനെ നമ്മളിൽ ഒന്നായി? ഈ രണ്ട് വഞ്ചിയിൽ കാൽ വെച്ചെന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ രണ്ട് സ്വഭാവം വെച്ചുകൊണ്ട് എന്തിന് തലമുറയെ നശിപ്പിക്കണം? എന്തിനില്ലാത്ത പ്രതിസന്ധികളും രോഗപീഠകളും വിളിച്ചു വരുത്തണം? എന്തിന് നമ്മൾ പോയി സർവനാശത്തിൽ പോയി വീഴണം? രക്ഷയുടെ വഴിയൊരുക്കിയ ദൈവത്തെ നമ്മൾ പരിഹസിക്കുന്നവരല്ലേ? ഇത് വളരെ മോശമാണ് കേട്ടോ. എല്ലാം പഠിപ്പിച്ച ദൈവത്തെ നമ്മൾ ആക്ഷേപിക്കുന്നതിന് തുല്യം. വിളിച്ചിറക്കിയവനെ നമ്മൾ പരിഹസിക്കുന്നതിന് തുല്യം. പടയാളികളോട് ചേർന്ന് പരിഹസിച്ചു എന്നൊക്കെ പറയണത് പോലെ ഈജിപ്തുകാരായ പടയാളികളോട് ചേർന്ന് ക്രിസ്തുവിനെ പരിഹസിക്കുന്നവരാണെന്നേ നമ്മിൽ പലരും. വല്ലാത്തൊരു സ്വഭാവമാട്ടോ ഇത് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. നിങ്ങളെ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നശിച്ചു പോവാനല്ല, അനുഗ്രഹങ്ങളും അവകാശങ്ങളും ഒക്കെ കൈപ്പറ്റി ദൈവനാമത്തെ മഹത്വപ്പെടുത്താനും അത്ഭുതങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനുമാണ്. സൈന്യാധിപനായ നാമാൻ പ്രവാചകന്റെ മുന്നിലേക്ക് വരികയാണ് രോഗം മാറാൻ. പ്രവാചകൻ കൂടുതലൊന്നും പറഞ്ഞില്ല. 7 പ്രാവശ്യം കുളിക്കാനാ പറഞ്ഞേ. നമ്മൾ കാണുന്നുണ്ടല്ലോ 7 പ്രാവശ്യം. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ലെന്നേ. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ അതിനൊരുപാട് ന്യായമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഭൃത്യന്മാർ ഇടപെട്ടത് കൊണ്ട് അയാൾ അതനുസരിച്ചു. അവർ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ദൈവപുരുഷന്റെ വാക്കനുസരിച്ചു എന്നാ പറയണേ. അയാൾ പ്രവാചകനെ അനുസരിക്കാൻ തയ്യാറായി. പ്രവാചകനാകട്ടെ ദൈവാത്മാവിനാൽ നിറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവനായി. ഈ അനുസരണം ആ മനുഷ്യന്റെ ജീവിതത്തിലെ ആ മാരകമായ രോഗത്തെ വളരെ നിസാരമായിട്ട് എടുത്തു മാറ്റി. ഒരൊറ്റ അനുസരണമാണ്. ഒരനുസരണം.
അതൊരു നിഷേധ സ്വഭാവം വെച്ചുകൊണ്ട് ആ മനുഷ്യൻ നിന്നിരുന്നെങ്കിൽ അയാൾ ജീവിതത്തിൽ അയാൾ രക്ഷപ്പെടില്ല. അയാളെ ഒന്നിനും കൊള്ളില്ല. പറയുമ്പോൾ സൈന്യാധിപനാ. അങ്ങനെ രോഗമുള്ളവനെ സ്വന്തം ഭാര്യ പോലും അടുപ്പിക്കില്ല, സ്വന്തം മക്കൾ പോലും അകന്നു നിൽക്കും, പ്രിയപ്പെട്ടവരൊക്കെ അതുപോലെ അകന്നു നിൽക്കും. അങ്ങനെ അയാൾ അനുസരിക്കാൻ തയ്യാറായപ്പോൾ എത്രയോ അനുഗ്രഹങ്ങളിലേക്കാണ് അയാൾ ചുവടുവെച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അനുസരണത്തോടുകൂടെ അവകാശം സ്വന്തമാക്കാനാണ്. അനുസരണത്തോടുകൂടി അവകാശം സ്വന്തമാക്കാൻ. യോനാ പ്രവാചകൻ ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ അങ്ങ് സമ്മതിച്ചു. ഇയാൾ സമ്മതിക്കുകയാണ്. നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. ഈ മനുഷ്യനത് സമ്മതിക്കുന്നു. പക്ഷെ ഇയാൾ ഈ സമ്മതിക്കുന്ന മനുഷ്യൻ, ഈ അനുസരിക്കാൻ തയ്യാറായവൻ പെട്ടെന്ന് റൂട്ട് മാറ്റുകയാണ്. ഈ റൂട്ട് വേറെ വഴിക്ക് പോയി ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് പോലും അസ്വസ്ഥത സൃഷ്ടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇയാൾ ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട്. യോനായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ് 4-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം. യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപിതനുമായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർശീശിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പറയണേ. പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവൻ അനുസരണക്കേട് കാണിച്ചത്. ഒളിഞ്ഞു കിടക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്തെന്നറിയാമോ? ഇതൊരു വല്ലാത്ത സ്വഭാവമാണ്. പ്രാർത്ഥനക്കൊന്നും ഒരു കുറവില്ല. പ്രാർത്ഥിച്ചുകൊണ്ടാ പറയുന്നേ. പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ പലരും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിഷേധിക്കുന്നു, ധ്യാനിച്ചുകൊണ്ട് നിഷേധിക്കുന്നു. ഇത് കുഴപ്പമാണ്. അത്യധികം അസംതൃപ്തനും കുപിതനുമായിക്കൊണ്ടാ പറയുന്നത് ദൈവത്തോട്. അതും വെച്ചോണ്ടാ പ്രാർത്ഥിക്കുന്നേ. അസംതൃപ്തനും കുപിതനുമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ പഠിപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കുന്നതിന് പകരം ദൈവത്തെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകന്റെ കാര്യം അവിടെ തീർന്നു. നമ്മുടെ കാര്യം എടുത്തു നോക്കിയാൽ എപ്പോഴും നമ്മളിങ്ങനെ ദൈവത്തെ ചില നേരം പഠിപ്പിക്കാൻ നോക്കുകയാണ്. ഞാനതല്ലേ അന്നേ പറഞ്ഞത്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. നമ്മൾ ദൈവത്തെ പഠിപ്പിക്കുന്നത് എന്തിനാ? ദൈവം ഈ മനുഷ്യൻ തലതിരിഞ്ഞു പോയിട്ടും അനുസരണക്കേട് കാണിച്ചിട്ടും രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചു. അതൊന്നും ഈ മനുഷ്യൻ കാണുന്നില്ല. പ്രാർത്ഥനയുണ്ട്. ഇയാൾക്ക് വലിയ ദീർഘവീക്ഷണമാണ്. അതുകൊണ്ട് ഇയാൾ ദൈവത്തോട് പറഞ്ഞു, ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർ ശരിയാവുകയില്ല. അപ്പോൾ ദീർഘവീക്ഷണമുള്ളവനാ. എനിക്ക് തോന്നുന്നത് ദർശനവരം ഉണ്ടെന്നാ തോന്നണേ. ആയിക്കോട്ടെ. പക്ഷേ ഈ മനുഷ്യൻ, ഇത്രയും ദീർഘവീക്ഷണമുള്ള മനുഷ്യൻ, ദൈവം ഇയാൾക്ക് വേണ്ടി അനുസരണക്കേട് കാണിച്ചിട്ടും പുറകെ നടന്ന് ഇയാൾക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രകൃതിയിലും ഇയാളുടെ ശുശ്രൂഷയിലും, ഓർക്കണം, അമർഷവും കോപവും കൊണ്ട് നിറഞ്ഞവന്റെ ശുശ്രൂഷ പോലും അനേകരുടെ മാനസാന്തരത്തിലേക്ക് തിരിക്കാൻ ദൈവം പെട്ട പാട്, അതൊരു വല്ലാത്ത പാട് തന്നെ. ഇതൊക്കെ ചെയ്തിട്ട് ഈ മനുഷ്യൻ വീണ്ടും ദൈവത്തെ ഇയാൾ വീണ്ടും വെല്ലുവിളിക്കുക. ഫലത്തിൽ അങ്ങനെ തോന്നണേ. അയാൾ പറയാം, ഇതന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞത്, പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മുടെ പല പ്രാർത്ഥനകളൊക്കെ ഇതുപോലെ. പ്രാർത്ഥിക്കുമ്പോഴും ചിലതൊക്കെ നമ്മൾ കളഞ്ഞിട്ടില്ലെന്നേ. അനുസരിക്കാൻ നമ്മൾ സന്നദ്ധരല്ല. അതുകൊണ്ടൊട്ട് ഐശ്വര്യം ആസ്വദിക്കുകയൊന്നുമില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. അവിടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഏലിയായും വരൾച്ചയും എന്നാണ്. കർത്താവ് ഏലിയായോട് അരുൾ ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട്. കാക്കകളോട്. ഈ മനുഷ്യൻ പ്രവാചകൻ അത് അനുസരിച്ച് പോയി അവിടെ ഒളിച്ചു താമസിക്കുകയാണ്. കൃത്യമായി ദൈവം കാക്കകളെ അയക്കുകയാണ്. ഇയാൾക്ക് സമയാസമയം ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, വേറെ ആർക്കും അത് കിട്ടുന്നില്ല. ഇയാൾക്കത് കൊടുക്കുകയാണ്. കാരണം എന്താ പറയുക, അനുസരിച്ചിരിക്കുകയാണ്. ഈ അനുസരിച്ച വ്യക്തി ഏതാനും ദിവസങ്ങൾ ഈ പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകുന്നു. പക്ഷെ വചനം പറയുന്നു, നീർച്ചാല് വറ്റിപ്പോയി. നീർച്ചാല് വറ്റിക്കഴിഞ്ഞപ്പോൾ ദൈവം ഉടനെ അടുത്ത മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. സറഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് പോകും. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ പ്രവാചകന്റെ സ്ഥാനത്ത് വേറെ ചില മനുഷ്യരാണെങ്കിൽ ഈ ആദ്യത്തെ ക്രമീകരണത്തിന്റെ പോരായ്മ ആരംഭിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ നീർച്ചാല് പറ്റിയപ്പോൾ അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കിയാനേ.
എന്തു പരിപാടിയാണ് കാണിച്ചേ? ഇതിലും നല്ല സ്ഥലത്തോട്ട് ഞാൻ പോയാനേ, എന്നെ വലിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തില്ല മനുഷ്യൻ. നിശബ്ദനായി നിൽക്കുമ്പോൾ ദൈവം വിളിച്ച് പറയാണ്, ഇതിലും നല്ലത് വേറെ വെച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലത്തോട്ട് ചെല്ലാനാ പറയണേ. ഇന്നലെ വരെ കാക്കകൾ ഭക്ഷണം കൊടുത്തവന് ഇന്നൊരു വിധവ വളരെ ആദരവോടുകൂടെ ദൈവപുരുഷ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അവിടെ നീർച്ചാൽ വറ്റിപ്പോയെങ്കിൽ ഇവിടെ എണ്ണ വറ്റാത്ത ഭരണിയും മാവ് തീർന്നു പോകാത്ത കലവും കൊണ്ട് ദൈവം ഇയാളെ പിന്നെയും പോറ്റുകയാണ്. കാക്കകളുടെ കൊടുക്കലൊക്കെ നിർത്തി മനുഷ്യനെ കൊണ്ട് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആക്കി കൊടുത്തു ദൈവം. അനുസരിക്കുന്നവൻ്റെ ഒരു പ്രത്യേകത എന്തെന്നറിയോ? അവൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഒരു കുറവ് വരും. ആ കുറവിൽ ഇവൻ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ പോയാൽ പെട്ടു. യോനാ പ്രവാചകൻ അങ്ങനെ പറ്റിയേ. അയാൾ പിറുപിറുത്തു അവിടെ കിടന്ന്, അനുസരിക്കാൻ താല്പര്യമില്ല. ഈ മനുഷ്യന്റെ പ്രവൃത്തിയുടെ കുഴപ്പം എന്തെന്നറിയാവോ? ആ കുഴപ്പമാണ് അയാൾ അക്ഷമനായി മരുഭൂമിയിൽ പോയി വീണ്ടും 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 അസ്വസ്ഥനായി മാറിയത്. ഇവിടെ പ്രവാചകന്റെ പ്രത്യേകത നോക്കുക. നിശബ്ദനായി ഏലിയ ആ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ കാക്കകളാണ് കൂട്ടുവന്നതെങ്കിൽ ഇവിടെ കർത്താവ് തന്നെ കൂട്ടിന് വരികയാണ്. അവിധവയുടെ മകൻ രോഗം ബാധിച്ച് മരിക്കുമ്പോൾ ഈ പ്രവാചകന്റെ പ്രവൃത്തിയിലൂടെ അവന് ജീവൻ ലഭിക്കുകയാണ്. കാരണം അനുസരിക്കുന്നവന്റെ കൂടെ ദൈവം ഇറങ്ങി വരും. അനുസരിക്കുന്നവന്റെ കൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം മുന്നിൽ നിൽക്കും. അതാ ഇവിടെ കണ്ടത്. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അനുസരിക്കുന്നവന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടല്, അനുസരിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അനുസരിക്കുന്നവൻ ആവശ്യമുള്ളത് കൊടുക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യത്തിൽ ഇത് രണ്ടുമില്ല. നമ്മുടെ കാര്യത്തിൽ രണ്ടുമില്ല. പ്രാർത്ഥനയും കേൾക്കുന്നില്ല, ആവശ്യത്തിനുള്ളത് കിട്ടുന്നുമില്ല. നമുക്ക് പ്രാർത്ഥന കൊണ്ട് കുറവുമില്ല. നമുക്ക് കുറവൊന്നുമില്ലെന്നേ. ഓട്ടം എങ്ങനെയൊക്കെ ഓടാവും അങ്ങനെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ഓടാവും അങ്ങനെയൊക്കെ നമ്മൾ ഓടുകയാണ്. ഓടി 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 നമ്മളൊരു പരുവത്തിലെത്തി. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കാര്യം വളരെ വളരെ പരിതാപകരമാണ്. കൊണ്ടുപോകുന്ന ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിവാഹം കഴിഞ്ഞ് കടന്നു ചെന്ന വീടിനെ കുറിച്ച് ഒരു സഹോദരി വന്നിട്ട് പരാതിയോട് പരാതി. എന്നെ കൊണ്ടു ചെന്നിട്ടെടുത്ത് ഒരു പുരോഗതിയില്ല, എൻ്റെ ഗതി ഇങ്ങനെയായി, എൻ്റെ ഗതി ഇങ്ങനെയായി. ഇവര് വിവാഹം എന്ന കൂദാശയെ തള്ളിപ്പറയുന്നു, കൊണ്ടുപോയ ദൈവത്തെ തള്ളിപ്പറയുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ചേർന്ന ഇണയെ തരാം. ദൈവ കൊടുത്തത്. സാക്ഷ്യം പറഞ്ഞത് ആദ്യം നല്ല ആലോചന കിട്ടി, ദൈവം തന്നാന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞവള് പിന്നെ തള്ളിപ്പറയാണ്. എന്ത് സംഭവിച്ചെന്നറിയാവോ? നീർച്ചാല് പറ്റിയ പോലെ നിൽക്കുകയാണ്, ഒരു വഴിയില്ല. എന്ന് ഇവൾ ഇതിന് മാപ്പ് പറഞ്ഞ് ദൈവസന്നിധിയിൽ വ്യാപരിക്കാൻ തുടങ്ങിയോ, അന്നാണ് ഈ കാക്കകളെ മാറ്റി കർത്താവ് മാവ് നിറച്ചു കൊടുക്കുന്നതും എണ്ണ പറ്റാത്തതുപോലെ അനുഗ്രഹം കൊടുക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, പരാതി നിർത്തി അനുസരണത്തിലേക്ക് വരണം. ഇത് ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നീ തീർച്ചയായും ഇപ്രകാരം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ജെറമിയ പ്രവാചകൻ 7:23 പറയുന്നു, എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്കെല്ലാം ശുഭമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കും, നിങ്ങൾക്കെല്ലാം ശുഭമായിരിക്കും. ജെറമിയ തുടരുന്നത് ഇങ്ങനെയാണ്, അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. അനുസരിക്കാത്തവൻ്റെ നടപ്പ് അവൻ പിന്നോട്ടാ പോകുന്നത്, അവന് മുന്നോട്ടാണെന്ന് തോന്നും. തുടങ്ങിയോടത്ത് നിൽക്കും. തുടങ്ങിയോടത്ത് ചികിത്സാവിധികൾ അങ്ങനെ തന്നെ തുടരും. ഭവനം പണി പൂർത്തിയാകുന്നില്ല, മക്കളുടെ ജീവിതാന്തസ് പൂർത്തിയാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, അധ്വാനം വിജയിക്കുന്നില്ല, ബിസിനസ്സൊക്കെ തുടങ്ങിയ പോലെ തന്നെ. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അനുസരണം ഇല്ല. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേട്ടുകൊണ്ടിരിക്കുന്നവരെ, കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്ക്. ഞാൻ കർത്താവിൻ്റെ അനുസരിക്കുന്ന മകനോ മകളോ ആണോ? അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ. കണ്ണടച്ച് കരംകൂപ്പി പിടിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കണം. ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവത്തെയാണോ എനിക്ക് വേണ്ടത്? ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു നല്ല മനസ്സാണോ എനിക്ക് വേണ്ടത്? ഇത് നിന്റെ ജീവിതത്തിൽ നീ പാകപ്പെടുത്തിയെടുത്ത് തിരിച്ചറിവോടുകൂടെ വ്യാപരിച്ചാൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്ര നൽകി നിന്റെ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും പരിപാലിക്കും. നഷ്ടങ്ങൾ ലാഭമായി തീരും, കുടുംബത്തിന് രക്ഷയായി തീരും, നിത്യജീവൻ അവകാശമായി തീരും. അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആമേൻ.
നന്ദി.